സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പോകുന്നത് നല്ല മഴയുള്ളൊരു ദിവസമാണ്. പക്ഷേ നമുക്ക് അല്പം അധികം വണ്ടി പാർക്ക് ചെയ്ത് അധികം നടക്കേണ്ട ആവശ്യമില്ല. പീബോഡി മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിനോസർ ഉണ്ട്, റിയൽ ഡിനോസറിൻ്റെ സ്കെൽറ്റൻ ഉണ്ട്. അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത് പീബോഡി മ്യൂസിയത്തിലേക്ക്. യെയിലിൻ്റെ പീബോഡി മ്യൂസിയമാണ്. അതിനിടയിൽ പോലീസ് ആരെയും പിടിക്കാൻ പോകുന്നുണ്ട്. ആരെയും പിടിക്കാൻ വേണ്ടി പോകുന്ന പോക്കിലാണ്. അപ്പോൾ യെയിൽ പീബോഡി മ്യൂസിയം കാണാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ളിലേക്കുള്ള യാത്രയിലാണ്. നല്ലൊരു കെട്ടിട സമുച്ചയമാണ്. ഇതൊരു പീബോഡി മ്യൂസിയം, യെയിൽ യൂണിവേഴ്സിറ്റി, കണക്റ്റിക്കറ്റ്, ന്യൂ ഹേവൻ. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ ഇത്. സ്വർണം, കാലിഫോർണിയയിലും കിട്ടുന്ന സ്വർണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് കാലിഫോർണിയയിൽ പലപ്പോഴും മണ്ണിനുള്ളിലൊക്കെ സ്വർണം ഇരിക്കുന്നതുണ്ട്. അപ്പം അവിടെ സിലിക്കൺ വാലിയിലൊക്കെ ഇങ്ങനെ ഈ മണ്ണിനുള്ളിൽ സ്കാൻ ചെയ്ത് സ്വർണം എടുക്കുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള സ്കോർപിയോൺസ്, അങ്ങനെയുള്ള ജീവികളുടെയൊക്കെയുള്ള അസ്ഥികൂടങ്ങളും മറ്റുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രൈലോബൈറ്റ്സ്, അമോറനൈറ്റ്സ്. ഇതൊരു റിയൽ ഡിനോസറിന്റെ അസ്ഥികൂടാണ്. നമ്മുടെ ആനയെക്കാളും വലിയൊരു ജീവിയാണ്. അപ്പോൾ എനിക്ക് പുറകിലായിട്ട് കാണുന്നതാണ് ഒരു ശരിക്കുള്ള ഒരു ഡിനോസറിൻ്റെ അസ്ഥികൂടാണ് കാണുന്നത്. നമ്മുടെ ആനയെക്കാളും വലിയ ഭീമാകാരമായിട്ടുള്ളൊരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ എന്തൊക്കെയാണ് അതിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഡിനോസറിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ഫോസിൽസ്, നഷ്ടപ്പെട്ട ലോകത്തെ ഭൂമിയിൽ നിന്നും പോയ സ്പീഷീസ്. അവർ പറയുന്നത് 4 ബില്യൺ ഇയേഴ്സിന്റെ ഹിസ്റ്ററി. ഭൂമിക്കടിയിലും പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എത്ര വലിയ ജീവികളാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ഇത് ശരിക്കുള്ള എല്ലാ സസ്യങ്ങളാണ് കേട്ടോ. എടുത്ത് അതിനൊരു ഫ്രെയിമിങ് കൊടുത്തിട്ടുണ്ട് ഇരുമ്പിന്റെ. ഇത്ര വലിയ ഭീമാകാരമായ ജീവി നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളത്. തെളിവുകളടക്കം അതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമാണ് നോക്കൂ. അതിൻ്റെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ അസ്ഥികൂടാണ് ഈ കാണുന്നത്. ഒരു പക്ഷെ വളരെ ക്ഷമയോടെ വേണം ഈ അസ്ഥികൂടം പൊട്ടാതെ ഭൂമിക്കടിയിൽ നിന്നും എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ മണ്ണിൽ
ഭാഗവും റിയലാണ്. പക്ഷെ നമ്മൾ ഈ വെള്ള നിറത്തിൽ കാണുന്നുണ്ടല്ലോ, അത് 3D പ്രിന്റ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. കാരണം അവർക്ക് അതിൻ്റെ മുഴുവൻ ഭാഗവും എക്സ്കവേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയില്ല മണ്ണിൽ നിന്ന്. അപ്പോൾ ഇവിടെ ചെറിയ വെള്ള നിറത്തിൽ കാണുന്നതൊക്കെ അതോടൊപ്പം ചേർത്തേക്കാണ്. പക്ഷെ ഇവിടെ കാണുമ്പോൾ അതിൻ്റെ നിറം കൊടുത്തിരിക്കുകയാണ്. അത് നിറം കൊടുത്ത് ഒരേ രൂപത്തിലാക്കി ഇത്ര ഭീമാകാരമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നമ്മളിതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സ്ട്രക്ചർ അത് നമുക്കറിയാം എല്ല് ഇത്ര മില്യൺ ഇയേഴ്സ് ഒന്നും അതിജീവിച്ച് നിൽക്കില്ല, അത് പൊടിഞ്ഞു പോകും. പക്ഷെ ഇത് കരിങ്കല്ലിനോട് ചേർന്ന് ഒട്ടിച്ചേരും. അതിൽ നിന്നാണ് ഈ സ്ട്രക്ചർ, ഇങ്ങനെയൊരു സ്ട്രക്ചർ രൂപം എടുത്തിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നെടുത്ത ഇംപ്രിന്റുകൾ, ആ റോക്കിൽ നിന്നെടുത്ത ഇംപ്രിന്റുകളാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിച്ചവർ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പം ആ ഒരു ഇംപ്രിൻസ്, ഇത് റിയൽ ഡൈനോസറിന്റെ ബോണല്ല, പക്ഷെ ഒരു കരിങ്കല്ല് തുരന്ന് അവർ കാണുമ്പോൾ എക്സ്കവേറ്റ് ചെയ്ത് കണ്ടെത്തിയ ഭാഗമാണ് ഈ കാണുന്ന ഒരു വിശ്വരൂപം. അതായത് അതിനർത്ഥം ഇതുപോലൊരു ജീവി അന്ന് ജീവിച്ചിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതേ, അതായത് ഇത്ര വലിയൊരു രൂപം ഭൂമിക്കടിയിൽ കണ്ടപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അതിൽ നിന്ന് ചില്ലറ പണിയെടുത്തിട്ടല്ല ഇതിനെ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു കുഴിച്ച് അതിനോടുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്രമാത്രം പണിയെടുത്ത് അത് പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള മനുഷ്യൻ്റെ ത്വര. എന്നിരുന്നാൽ കൂടി മില്യൺസ് ഓഫ് ഇയേഴ്സിൽ പോയിട്ട് അത് റോക്കായി മാറിയിരിക്കുകയാണ്. ആ എല്ലുകളും ആ ഫോസിൽസൊക്കെ ഒരു കല്ല് രൂപത്തിലായിരിക്കുന്ന ഒരു ഇതാണ് അവരവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. റിയൽ ഡിനോസറിൻ്റെ വിശ്വരൂപമാണ് കാണുന്നത് നമ്മൾ. ഇത് ഫേക്കല്ല, റിയൽ ഡിനോസറിൻ്റെ വിശ്വരൂപമാണ്. അമേരിക്കയിൽ പല ഭാഗത്തും ഇത്തരത്തിലുള്ള പെട്രോഫൈഡ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അരിസോണ സംസ്ഥാനത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കിതുപോലെയുള്ള ഫോസിൽസ് ഒക്കെ കാണാൻ സാധിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യഥാർത്ഥ ഡിനോസർ. നമ്മൾ ഒരു പക്ഷേ ജുറാസിക് പാർക്ക് പോലെയുള്ള സിനിമകളിൽ മാത്രം കാണുന്ന അതിൻ്റെ യഥാർത്ഥ അസ്ഥികൂടം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ജീവികളുടെ തലകളും ഒരു മത്സ്യം. നമ്മുടെ ഭൂമിയിൽ വന്ന് പതിച്ച ഉൽക്കകളാണ് ഇതിൻ്റെ വംശനാശം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിൻ്റെ വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. മില്യൺ ഇയേഴ്സ് അഗോ ഈ പക്ഷി ജീവിച്ചിട്ട് 50 മില്യൺ. എത്ര വലിയ പക്ഷിയാണ് നോക്കും, നമ്മളെക്കാളും. അതായത് തിമിംഗലം ഒരു 37 തൊട്ട് 30 മില്യൺ ഇയേഴ്സാണ് ഇത്
Thunder beast. Big corn face. This is a thunder beast. This is not a dinosaur. This is a mammal. ഒറ്റ കല്ലിൽ നിന്നും കിട്ടിയതാണ് ഇവർക്ക്. ഒറ്റ കല്ലിൽ പതിഞ്ഞിരിക്കുന്ന ഒരു അസ്ഥികൂടമായിരുന്നു. ആ കല്ലിൽ നിന്നും ഇതിനെ ബിൽഡ് ചെയ്തുണ്ടാക്കിയിരിക്കുകയാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള ഉൽക്കകളൊന്നും വന്ന് പതിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നിന്നും നിലകൊള്ളേണ്ട ജീവികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാൻ നമുക്ക് lekker, eten is nog lekkerder. Daarom zijn we hier samen. Meer restaurants dan woorden. Eten. ഒരു പക്ഷേ നമ്മളിൽ പലരും വളർന്നു വരുന്ന സമയത്ത് കണ്ടിരിക്കുന്ന ഇതുകളാണ് നിലമുഴുതു മറയ്ക്കുന്നതിനുള്ള യന്ത്രങ്ങൾ. നമ്മുടെ മുറമുണ്ട് ഇത്. പക്ഷേ ഇത് എടുത്തിരിക്കുന്നത് ഫിലിപ്പീൻസിൽ നിന്നാണ്, നമ്മുടെ കേരളത്തിൽ നിന്നല്ല. ഫിലിപ്പീൻസ് ഇന്നും പല വീടുകളിലും ഒരു പക്ഷേ ഇത് ഉണ്ടാവാം. പക്ഷെ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഭവമാണ്. നിലമുഴുകുന്ന അതൊരു മ്യൂസിയത്തിൽ കൊണ്ടുവച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായ പലതും ആ ഒരു മ്യൂസിയത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു ജീവിതത്തിൻ്റെ സൈക്കിൾസ് ഓഫ് ലൈഫ് അതിനെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇതൊരു മരമാണ്. എന്നാൽ ആ മരം ആയിരക്കണക്കിന് വർഷം അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയർ ഭൂമിക്കടിയിൽ അതിന് മാറ്റങ്ങൾ വരാണ്. ആ മാറ്റങ്ങൾ വന്നിട്ട് അതൊരു കല്ലിൻ്റെ രൂപമായിട്ട് മാറുന്ന ആ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പഴയ നമ്മുടെ ഫാനാണ്. രൂപത്തിലാവും ആ മരം. പക്ഷെ അത് മരമല്ല, കല്ല് പോലെയാണ്. ആ രൂപം എടുക്കാണ്. അതിനെയാണ് ഫോസിൽസ് എന്ന് പറയുന്ന ഇത്. Seks is lekker, eten is nog lekkerder. Daarom zijn er meer slagers dan seksshops, meer restaurants dan bordelen. Eten ook het vaakst, 3 keer per dag. Dus door is het meegerekend. ഇതിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള പല വസ്തുക്കളും നമുക്കിവിടെ കാണാം. ലോകത്തിൻ്റെ പല ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളാണ് നമ്മളിത് കാണുന്നത്. ഇത് കെമിക്കൽ കോമ്പിനേഷൻ.
എന്തൊക്കെയോ പിയാനോ. സോ ഇതാണ് ഈജിപ്ഷ്യൻ മമ്മീസ്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കൊത്തു ശില്പങ്ങള്. ഇത് ഈജിപ്തിൽ നിന്നുള്ള മമ്മി. പ്രാചീന കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന കല്ലുകളും യന്ത്രങ്ങളും മറ്റുമാണ് നമ്മളിവിടെ കാണുന്നത്. ഒരുപക്ഷെ നമുക്കത് ഇതിലും കൂടുതൽ ചരിത്രം നമ്മുടെ ക്ഷേത്രങ്ങളിലെ പത്മനാഭസ്വാമി ക്ഷേത്രങ്ങളിലൊക്കെ കൊത്തുപണിയായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നമുക്കിതൊരു അത്ഭുതകരമായിട്ടുള്ള, അത്ര അത്ഭുതം നൽകുന്നതല്ല, എന്നിരുന്നാൽ പോലും ഒരു ഈജിപ്ഷ്യൻ കൾച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഇതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു യാത്ര ചെയ്ത് പിരമിഡുകൾ സാമ്പത്തികമായിട്ട് പല പരാധീനതകൾ ഉണ്ടെങ്കിലും നമുക്കറിയാമോ, ഒരു പ്രായമായ ഒരു 2 വ്യക്തികൾ, ഭാര്യയും ഭർത്താവും നമ്മുടെ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ലോകം മുഴുവൻ 80 രാജ്യങ്ങളോളം സന്ദർശിച്ച് ചായക്കട നടത്തി സന്ദർശിച്ചത്. അതുപോലെ നമ്മളൊക്കെ ഇതൊക്കെ യാത്ര ചെയ്ത് കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത് മ്യൂസിയങ്ങളിൽ നിന്ന് കാണുന്നതിൽ രസമാണ് അവിടെ പോയി കാണുന്നത്. ഇത് നെയ്ത്ത് തുണി. ഇത് ഏതാ വർഷം? നെയ്ത്ത് ആൻഡിയൻ ടെക്സ്റ്റൈൽസ്. ഇതിൻ്റെ ചരിത്രം 1420. അതായത് ഒരു 500-600 വർഷം മുമ്പ് നെയ്ത്തും 1000 വർഷം മുമ്പുള്ള നെയ്ത്തും പെറുവിലാണ് കേട്ടോ. പെറു എന്ന രാജ്യത്തു നിന്നുള്ള ഞാൻ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മുമ്പ് പെറു സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവരുടെ 3000 വർഷം പഴക്കമുള്ള ഒരു പ്രദേശം, അതിനെ ഇൻക ഡൈനാസ്റ്റി എന്ന് പറയാം. ഇത് മെസോ അമേരിക്കൻ ആൻഡ് ഇത് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ ഇതും പെറുന്നാണ് കേട്ടോ. പെറുവിൽ നിന്നുള്ള ആർക്കിടെക്ചറാണ് നമ്മൾ കാണുന്നത്. പെറുവിൽ നിന്നും ഏകദേശം 1000 വർഷം പഴക്കമുള്ള അവരുടെ ചരിത്രമാണ് കാണുന്നത്. ഇത് ടൈനോ ലൈഫ്. ഇത് വരുന്നത് പോർട്ടോറിക്കോ അമേരിക്കയുടെ ഒരു സംസ്ഥാനമാണ്. അവിടെ നിന്ന് വന്നിരിക്കുന്നതാണ്. 1000 വർഷം പഴക്കം, 1200 വർഷം പഴക്കമുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ളതാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ഡിനോസർ തന്നെയാണ്, പരാക്കാസ്. അതാണ്. ഇതും പെറുവിൽ നിന്നും വരുന്നതാണ്. പെറു, മെക്സിക്കോ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ കാണുന്ന ചരിത്രങ്ങളാണ് നമ്മൾ അവിടെയുള്ള അന്ന് ഉപയോഗിച്ചിരുന്നത്. അതായത് നമ്മൾ ആലോചിച്ച് നോക്കും, ക്ലേ കൊണ്ട്, കളിമണ്ണ് കൊണ്ട് അവർ അന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ടിയോത്തിക്കുവാൻ. അവിടെ നമുക്കറിയാം മായൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന കൾച്ചറാണ് മായൻ കൾച്ചർ. നമ്മൾ കാണുന്നത് ഒരു 1500 വർഷം പഴക്കം മുമ്പ് ഉള്ള അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളും സംസ്കാരവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പോൾ ഒരു വേറെ വ്യൂ ആണ് കാണുന്നത്. ആ ഡൈനോസറിൻ്റെ വേറൊരു പ്രദേശത്തു നിന്നുള്ള ഒരു വ്യൂ ആണ്.